തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കേറ്റു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ 1-ാം നിലയിൽ നിന്ന് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ MLA ആശുപത്രിയിൽ പ്രവേശിച്ചു. അർച്ചന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, ഇവിടെ ഈ സ്റ്റേഡിയത്തിലൊരു മെഗാ ഭരതനാട്യം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? എന്താണ് നിലവിലത്തെ സ്ഥിതി? സിന്ദൂരി പരിപാടി തുടങ്ങാൻ നിമിഷ നേരങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഉമാ തോമസ് MLA പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുമ്പോൾ VIP ഗാലറിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതിനിടെയാണ് അവിടെ നിന്നും തെന്നി വീണതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. ഉമാ തോമസ് നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. 20 അടി, അതായത് വീണത് 20 അടി ഉയരത്തിൽ നിന്നാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തലയിൽ നിന്നും രക്തം വാർന്നുണ്ടായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരിപാടി തുടങ്ങാൻ നിമിഷ നേരങ്ങൾ മാത്രമാണ്, അതായത് 12,000 കുട്ടികൾ അണിനിരക്കുന്ന നൃത്ത പരിപാടിയാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. കലൂർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്നാണ് ഉമാ തോമസ് MLA വീണിരിക്കുന്നത്. വീണത് 20 അടി താഴേക്കാണ്. കോൺക്രീറ്റ് തലയ്ക്ക് അടിച്ചിട്ടാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കമ്പി വേലി അവിടെ കെട്ടിയിരുന്നു. അതും ഉമാ തോമസ് MLAയും ഒരുമിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. കോൺക്രീറ്റിനോട് തല ഇടിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. നിലവിൽ ഉമാ തോമസ് MLA ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായ പരിക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർച്ചന, ഈ ഒരു 20 അടി താഴ്ചയിലേക്ക് ഈ ഒരു വീണിരിക്കുന്ന ഈ ഒരു അപകടം ഉണ്ടാവാനുള്ള ഒരു പ്രാഥമികമായ കാരണം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇളകി വീണതാണോ? എങ്ങനെയാണ് ആ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരുന്നത്? അത്തരം വിവരങ്ങൾ വല്ലതും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ വേദിയിൽ പ്രവേശിക്കുന്നതിനിടെയാണ് ഉമാ തോമസ് പരിപാടിക്കായി എത്തി വേദിയിലേക്ക് ഇരിക്കാനായി പോകുന്നതിനിടെയാണ് ഈ താഴേക്ക് പതിക്കുന്നത് കണ്ടത്. അതായത് ആളുകളെല്ലാം തന്നെ നോക്കി നിൽക്കുകയാണ് ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്നത് കാണുന്നത്. അതിന് ഞെട്ടലാണ് എല്ലാവരും തന്നെ. കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഒരു കമ്പി അവിടെ ഉണ്ടായിരുന്നു. അതും ഉമാ തോമസ് MLAയും ഒരുമിച്ച് താഴേക്ക് പതിക്കുന്നതാണ് കണ്ടത്. കാല് വഴുതി വീണതാണോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇടിഞ്ഞ് കോൺക്രീറ്റ് ഈ കെട്ടിയ സ്റ്റേജിന്റെ എന്തെങ്കിലും പാളികൾ ഇടിഞ്ഞു വീണതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഉമാ തോമസ് MLA 20 അടി താഴേക്ക് വീഴുകയായിരുന്നു. ശേഷം കൊണ്ട് തലക്ക് ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്തം കൂടുതൽ വാർന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് ആശുപത്രി വ്യക്തമാകുന്നത്. അർച്ചന, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഉമാ തോമസ് മാത്രമായിരുന്നു? അനുയായികളോ കൂടെ ആരും ഈ ഒരു വേദിയിലേക്ക് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, മറ്റ് ആളുകളെല്ലാം തന്നെ പരിപാടിക്കായി പങ്കെടുക്കാൻ വേദിയിലെത്തിയിരുന്നു. പരിപാടി തുടങ്ങാൻ നിമിഷ നേരങ്ങൾ മാത്രമാണ്. അപ്പോഴാണ് ഉമാ തോമസ് MLA എത്തി അതിവേഗം വേദിയിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നത്. ഉമാ തോമസ് സീറ്റിൽ പോലും ഇരുന്നിട്ടില്ല. അതിനായി VIP ഗാലറിയിലേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടെയാണ് ഇത്തരത്തിൽ താഴേക്ക് വീഴുന്നത്. അവിടെ കോൺക്രീറ്റും അതുപോലെ മറ്റ് കമ്പി വേലികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലേക്കാണ് ഉമാ തോമസ് MLA താഴേക്ക് വീണത്. 20 അടി ഉയരം, ഈ ഗാലറിയിൽ നിന്നും 20 അടി ഉയരമാണ് താഴേക്കുള്ളത്. എന്താണ് സുരക്ഷാ പ്രശ്നമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയില്ലേ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിരിക്കുന്നു. എന്തായാലും അത് സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. എന്തായാലും ഉമാ തോമസിന് ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം തലയ്ക്കാണ് കോൺക്രീറ്റ് പാളിയിലിടിച്ച് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരമായ പരിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും ഈ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും അല്ലേ അർച്ചന? തീർച്ചയായും അല്പസമയം മുൻപാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാര്യം അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട്. എന്താണ് ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, രക്തം വാർന്നിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത്. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ആശുപത്രി അധികൃതർ അത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണം. അർച്ചന, ഈ ഒരു പരിപാടിയുടെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ഏതാണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന 12,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ ഭരതനാട്യം പരിപാടിയായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്. അതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സംഘാടകരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പരിപാടി അവിടെ നിർത്തിവെച്ചിരിക്കുകയാണോ? എന്താണ് പരിപാടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? നിലവിൽ പരിപാടി അവിടെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം 12,000 വിദ്യാർത്ഥികൾ ആളുകളാണ്, അതായത് പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. മാത്രമല്ല അത്രമാത്രം ക്രമീകരണങ്ങൾ നടത്തിയ ഒരു പരിപാടി കൂടിയാണ്. നിലവിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഉമാ തോമസ് MLA അവിടെ നിന്നും ഇത്തരത്തിൽ 20 അടി താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഉമാ തോമസ് MLA. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. മാത്രമല്ല നിരവധി ആളുകൾ ഈ സമയം ആ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഉമാ തോമസും അതുപോലെ ഈ കമ്പിവേലികളെല്ലാം കൂടെ താഴേക്ക് പതിക്കുന്നത് കാണുന്നത്.
അർച്ചന, ഈ ഒരു സാഹചര്യം നമുക്കറിയാം ഇനിയും കുറച്ച് സമയങ്ങളൂടെ കഴിഞ്ഞാലേ കൂടുതലും വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും ഇപ്പം നിലവിൽ ഈ ഒരു വാർത്ത വന്ന സാഹചര്യത്തിൽ അവിടെ ഈ CCTV മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചതെന്ന് അറിയുവാൻ സഹായിക്കുന്ന CCTVയുടെ ദൃശ്യങ്ങൾ വല്ലതും കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണോ ഈ അപകടം നടന്ന ഇടം? തീർച്ചയായും, കാരണം അത് പ്രധാനപ്പെട്ട കലൂരിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്. മറ്റ് എല്ലാ മീറ്റുകളും നടക്കുന്ന ഒരു പരിപാടി നടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, അതായത് എന്താണ് സംഭവിച്ചതെന്ന് അടക്കം അറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം അത്രയും എന്തെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കാല് വഴുതി വീണതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും ഈ ഗാലറിയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നായിരുന്നു സംഘാടകർ അടക്കം വ്യക്തമാക്കിയത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കൂടുതൽ എന്തായാലും അധികം വൈകാതെ നമുക്ക് അത് സംബന്ധിച്ച് വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർച്ചന, ഉമാ തോമസ് ഒറ്റയ്ക്കാണോ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയത്? അവരോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നാണോ അറിയേണ്ടത്? ഉമാ തോമസ് ഒറ്റയ്ക്കാണ് ഈ വേദിയിലേക്ക് കയറിപ്പോയത്. മാത്രമല്ല, എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാനുള്ള എല്ലാവരും വേദിയിൽ എത്തിയിരുന്നു. ഉമാ തോമസ് ആണ് അവസാനമായി ഈ പരിപാടിക്ക് എത്തിയത്. അതിനിടെയാണ് അവർ വേദിയിലേക്ക് കയറി പോകുന്നത്. ഈ VIP ഗാലറിയിലേക്ക്, അതായത് ഈ പരിപാടി നടക്കുന്നതിന്റെ തൊട്ടടുത്താണ്, കലൂർ സ്റ്റേഡിയത്തിന്റെ കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഈ VIP ഗാലറി സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് ഉമാ തോമസ് എത്തുകയും തുടർന്ന് അങ്ങോട്ടേക്ക് നടന്നു കയറുകയും ചെയ്തത്. അതിനിടെയാണ് ഉമാ തോമസ് സീറ്റിലിരിക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ താഴേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായത്. ആ താഴേക്ക് വീഴുന്നതിനിടെയാണ് കോൺക്രീറ്റ് പാളിയിൽ തലയിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പരിക്കേറ്റ തലയ്ക്കാണ് പരിക്കേറ്റതെന്നാണ് ഏറ്റവും ഗുരുതരമായ പരിക്കാണെന്ന് പറയാൻ കാരണം. അതിനിടെ ആളുകൾ എത്തി. അപ്പോൾ തന്നെ ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ നടത്തി. 20 അടി താഴ്ചയിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ കോൺക്രീറ്റിൽ തല ഇടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ഗുരുതരമായ ഒരു പരിക്കാണ്. ആശുപത്രിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അല്പസമയം മുൻപാണ് ഉമാ തോമസ് MLA കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഡോക്ടർമാർ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഉമാ തോമസിനെ അല്പസമയം മുൻപാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കുകളെ സംബന്ധിച്ച് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും രക്തം നന്നായി വാർന്നിട്ടുണ്ട്, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെല്ലാം തന്നെ അതിന്റെ ദൃക്സാക്ഷികളാണ്. കാരണം നമ്മളൊക്കെ ഈ പരിപാടി എടുക്കാൻ വേണ്ടിയൊക്കെ മാധ്യമപ്രവർത്തനമാണ്. അവരുടെ എല്ലാം തന്നെ മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അതിലൊരു ഞെട്ടലാണ്. കാരണം പരിപാടി തുടങ്ങാൻ നിമിഷ നേരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഉമാ തോമസ് MLA 20 അടി താഴേക്ക് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതും കോൺക്രീറ്റ് തല കോൺക്രീറ്റിലിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയും രക്തം വാർന്നു കിടക്കുന്ന ഉമാ തോമസ് MLA നമ്മൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആളുകൾ എത്തി, ആംബുലൻസ് എത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ എറണാകുളം റിനി മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് അവരെ ആശുപത്രിയിലേക്ക് കയറ്റിയിരിക്കുന്നത്. എന്തായാലും ഇനി ഡോക്ടർമാർ എന്താണ് ഇത് സംബന്ധിച്ച് തരുന്ന വിവരം എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്ക് തലക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ നമ്മൾ കണ്ടവർ എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്.